വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് ഇന്ന് പറയാനുണ്ട് കേട്ടോ. എൻ്റെ വിഷമമുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് വരാറ് നമ്മൾ ഈ റുമറ്റഡ് ആർത്രൈറ്റിസിൻ്റെ വീഡിയോസിന് ആണ്. അപ്പോൾ ഇതായിരുന്ന കുറച്ചൊരു 3-4 ദിവസമായിട്ട് ഞാൻ കുറച്ച് മാനസികമായിട്ട് കുറച്ചൊരു വിഷമത്തോ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. ചാനൽ തുടങ്ങുമ്പോൾ നമുക്കിത് ഒരിക്കലും ഇങ്ങനെ ഒരു റവന്യൂ കിട്ടുന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഇതോ എനിക്കറിയില്ല. കാരണം ഞാൻ പാചകം എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെ എന്താ കാറ്ററിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഫുഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ കിച്ചണിൽ പോയി ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ തിളപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴത്തെ ആ ഒരു മനസ്സിന് വരുന്ന ആ ഒരു ടെൻഷൻ എനിക്ക് മാറും. അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടിക്ക് വരികയാണെങ്കിൽ ഞാൻ ചെയ്യുക എൻ്റെ ഒരു ഇതാണ്. ഞാൻ വേഗം പാചകത്തിലേക്കാണ് പോകല, ഞാൻ കിച്ചണിലേക്ക് പോകലാണ്. കിച്ചണിലേക്ക് പോയാൽ എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ വിഷമം എനിക്ക് മാറില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഞാൻ തരണം ചെയ്യുക ഒരു കുക്കിങ്ങാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 6 വർഷമായിട്ടുണ്ട്. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം നമുക്കിങ്ങനെ റവന്യൂ കിട്ടുന്നോ അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് അത്ര അറിയില്ല. ഇത്രയും യൂട്യൂബേഴ്സൊന്നും അന്ന് ആയിട്ടുമില്ല. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ മോളിങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയ ചെറിയ റെസിപ്പികൾ ഇങ്ങനെ ഇട്ടാൽ തുടങ്ങി. അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ വീട്ടിൽ സംസാരിക്കേണ്ട രീതിയല്ലല്ലോ അപ്പോൾ. അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ആയി വന്നപ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു ഇതായത്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളൊക്കെ പിന്നെ അതൊന്ന് ഒന്ന് ഡിലേ വന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ പിന്നെ കൊറോണൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഒന്ന് ഡിലേ ആയി. നമുക്ക് ഇത് നല്ല ഡിസ്റ്റൻസ് വന്ന് അതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഗ്രൂപ്പുകളിലും അതുപോലെ കുറേ ഫ്രണ്ട്സുകൾ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇതിനെ അറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഡെയിലി വീഡിയോ ഇടണം. എല്ലാവരും എന്നോട് പറയും ഡെയിലി വീഡിയോ ഇടണം, എപ്പോഴാണ് ശരിയാവുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഡെയിലി വീഡിയോസ് ഇടൽ തുടങ്ങിയിട്ട് ഒരു ദിവസം 2 വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കുകയാണെങ്കിൽ പോലും ഒരു 2 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്യണത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വേണം നമുക്ക് ശരിക്കും ഒരു വീഡിയോസ് എടുത്തിട്ട് നമ്മളിത് ചെയ്യണമെങ്കിൽ. കാരണം നമ്മളാകെ ടയേർഡാവും ചെയ്യും. സാധാരണ നമ്മൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യണ പോലെയല്ല. നമ്മൾ ഒരുങ്ങിക്കെട്ടി എന്തായാലും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വസ്ത്രധാരണമൊന്നും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡാവുക ചെയ്യും. എന്നാലും നമ്മൾ ആ ഒരു പാഷനും കാര്യങ്ങളും അതേമാതിരി നമുക്ക് ഇതുകൊണ്ട് മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് എനിക്ക്. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഞാൻ എത്ര ടയർഡായാലും ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യണത് അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മടുപ്പില്ല. ഇനി എത്ര വീട്ടിലുള്ള എല്ലാ ജോലികൾ ചെയ്താലും ഞാൻ വീഡിയോസ് ചെയ്യാം എൻ്റെ മക്കളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു റെസിപ്പി എടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ അതെന്താ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് എനിക്ക്. ഒരുപാടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അതുമ്മ ഒരു കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം നമ്മൾ മോണിറ്റൈസൊക്കെ ആയി നമുക്ക് അത്യാവശ്യം നമ്മൾ ആളുകളോട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇത്രയും എന്താ സബ്സ്ക്രൈബും അതുപോലെ 5000-ൻ്റെ മുകളിൽ സബ്സ്ക്രൈബും അത്യാവശ്യം വാച്ച് അവറും ഒക്കെ ആയി വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് ഞാനിങ്ങനെ തജ്വീദ് നിസ്കരിച്ച് അതേപോലെ സുബൈയും തജ്വീദൊക്കെ നിസ്കരിച്ച് ആ ഒരു ക്യാപ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ മോളിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞ് മോണിറ്റൈസ് കറക്റ്റായിട്ടുണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ ആകെ എനിക്കൊന്ന് സ്തംഭിച്ചു പോയി. കാരണം എനിക്ക് കുറേ സമയത്തിനൊന്നും കാരണം ഞാൻ എന്തൊരു വിഷമം എൻ്റെ ഒരു സംഭവം എങ്ങനെയാ വെച്ചാൽ എനിക്ക് എന്ത് മാനസികമായിട്ട് വിഷമം ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു മിനിറ്റ് വന്നാലും ഞാനപ്പോൾ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യും. കാരണം എനിക്ക് എന്ത് ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് എന്തൊരു മാനസികാവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോവുകയാണെങ്കിലും ഞാൻ അധികം എൻ്റെ മനസ്സിലേക്ക് ബുദ്ധിമുട്ട് കൊടുക്കാറില്ല. കാരണം നമ്മൾ ആ ഒരു സമയം കടന്നു പോകുമല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമുക്കിത് ആക്കി തന്ന അള്ളാഹ് എന്തായാലും അത് തിരുത്തി തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകല്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നല്ലതിനായിരിക്കും ചില്ലു നല്ലതിനായിരിക്കും. അപ്പോൾ അത് കാരണം ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ 1-2 നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ ഫ്രണ്ടിനൊക്കെ വിളിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് ഈ വേറെ ആരെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടോ നോക്കാൻ. പക്ഷെ ഞാൻ ഒരാൾ വീഡിയോസ് ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ചെയ്യണ അതിന് ഷോർട്ട് വീഡിയോയിൽ മാത്രമാണ് ഞാൻ 1-2 അതും മറ്റുള്ളവരുടെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർ പാട്ടിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം ചെയ്തപ്പോൾ എങ്കിലും ഞാൻ അവർ പറഞ്ഞപ്പോൾ ആ വീഡിയോസ് മുഴുവൻ നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ
റിമൂവ് ചെയ്തു. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ 48 മണിക്കൂറായിട്ടും ഇതുവരെ അതിനൊരു മാറ്റമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് ആദ്യമൊക്കെ. അപ്പോൾ ഇപ്പോൾ അവർ പറയണത് മോണിറ്റൈസ് റീഅപ്ലൈ ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇനിയും വാച്ച് അവർ ഇനിയും വേണം. അപ്പോൾ നമുക്ക് ഇതുവരെ കൊണ്ടുവന്ന മുഴുവൻ നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഭയങ്കര വിഷമമായിക്കുക. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഈ ഒരു 3-4 ദിവസം നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കാം. അധികം ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും നമുക്കില്ല എങ്കിലും നമ്മൾ ഒരു 100 എണ്ണം ആയാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത്രയും കിട്ടിയല്ലോ അങ്ങനെ വിചാരിക്കുള്ളൂ. കാരണം നമ്മളെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരുപാട് അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമല്ലോ. നമ്മൾ ഒരു ഒതുങ്ങി കൂടി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചാൽ കിട്ടുള്ളൂ എന്നുള്ളൊരു ഉറപ്പാണ്. നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് റീഅപ്ലൈ ചെയ്ത് മോണിറ്റൈസൊക്കെ ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇനിയും നമുക്ക് ഇതാവണം. അപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങുക പറഞ്ഞാൽ ആദ്യമൊക്കെ കാരണം എത്ര 1500 ഏകദേശം 1200-300 അത്രയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഈ അമ്മവാദത്തിൻ്റെ വീഡിയോസിനൊക്കെ നന്നായിട്ട് നല്ല വ്യൂസും ഉണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഈ ഒരു ഇതിലാണ് ഒരുപാട് ഫ്രണ്ട്സുകൾ ഒരുപാട് ആളുകൾക്ക് നമുക്ക് നമ്മളെ ഈ അനുഭവങ്ങളൊക്കെ ഈ ഒരു അസുഖത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്ന എല്ലാവരും, കാരണം നമുക്ക് എന്താ പറയുക, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ യൂട്യൂബേഴ്സുള്ള കാലഘട്ടമാണ്. അവരെല്ലാവരും ഇപ്പോൾ ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന ആളുകൾ, എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് എനിക്കൊരു വ്യൂസ് കിട്ടുന്ന ആ രീതിയിലാക്കി തരണം. കാരണം എനിക്ക് ഇനി പുതിയൊരു ചാനൽ തുടങ്ങാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചാനൽ നിർത്തുള്ളൂ. കാരണം ആദ്യം ഞാൻ വിചാരിച്ചതാണ് ചാനൽ വേണ്ട ഇനി. കാരണം നമുക്ക് എന്തൊരു കാര്യം ഉണ്ടല്ലോ. കാരണം ഞാൻ മുമ്പൊക്കെ വിചാരിച്ചു, ഞാനൊരു ഉദാഹരണം പറയാട്ടോ. അപ്പോൾ ഒരു കോഴിനെ വളർത്തുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കോഴിനൊന്നും വളർത്തിയില്ല. പക്ഷേ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കും, കോഴികളൊക്കെ വളർത്തുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് ചത്തുപോവുക, ആ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയില്ല, ഇനി ആ കോഴിനെ വളർത്തൂല എന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കത് തരണം ചെയ്യാനുള്ള കഴിവില്ല. കാരണം അതങ്ങനെ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം എനിക്ക്. കാരണം ഒരു 10,300 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 10,300 വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത്രയും ആയിട്ട് നമ്മൾ അതിങ്ങനെ നമ്മൾ എന്തെങ്കിലും കിട്ടുന്നതിൽ 6 വർഷം. അപ്പോൾ ഒരു വർഷം കൊണ്ട് അല്ല 6 മാസം കൊണ്ട് ഒറ്റ മാസം കൊണ്ട് ആളുകൾക്ക് എന്താ പൈസ കയറി അത്രയും ഇതായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇതൊന്നും ആലോചിച്ചൊക്കെ 6 വർഷമായിട്ട് നമ്മളെ ചാനൽ ഇങ്ങനെ ചെറുതായിട്ടാണ് ഉറുമ്പരിക്കണ കൂട്ടാണ് നമ്മളെ ചാനൽ പോണത്. അപ്പോൾ അതന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുമ്പോൾ നമ്മൾ ആ ചാനൽ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു വിഷമത്ര ആലോചിച്ചൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരുപാട് എന്താ പറയുക ഇതുള്ള ചാനലുള്ള ആളുകളും ഉണ്ട്. ഇതിൻ്റെ കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഈ കൂടുതൽ ഇതുള്ള യൂട്യൂബേഴ്സിനൊക്കെ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് അത് മാത്രമേ നിങ്ങളോടൊന്ന് പറയാനുള്ളത്. കാരണം ഈ ഒരു സംഭവമാണ് ഞാനപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ള സൈഡിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ്. കാരണം എനിക്ക് പുതിയൊരു ചാനൽ തുടങ്ങാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം പിന്നെ വിഷമമാണ്. കാരണം ഇത് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് പിന്നെ നമുക്കൊരു പേടിയാണല്ലോ. അപ്പോൾ ഇത്രയും ഇതായിട്ട് നമ്മളങ്ങനെ ഇതായിട്ട് എന്തെങ്കിലും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാനത് നമ്മൾ ഓരോ വീഡിയോസ് ഡെയിലി ഇടുന്ന വളരെ എഫേർട്ട് എടുത്തിട്ടും കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത് വീഡിയോ എടുത്ത് അത് എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് റിസ്ക്കാണ്. കാരണം നമ്മൾ സാധാരണ ഉള്ള ഒരാൾ വീട്ടിൽ നമ്മൾ മാത്രമാണ് നമ്മളെ കിച്ചണിൽ നമ്മളെ മക്കളെ മാത്രം നോക്കിയിരിക്കുന്ന ഒരു വീട്ടമ്മനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കാണത്. കാരണം ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കിത് വന്നൊരു 5 രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ കാരണം നമ്മൾ അത്ര എഫർട്ട് എടുത്ത് കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിൻ്റെ പൈസ എത്ര വലുതോ ചെറുതോ എന്നല്ല, അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഇത്രയും അതിനെങ്ങനെ കുഞ്ഞു കുട്ടികളെ മാതിരിയാണ് നമ്മൾ ചാനൽ കൊണ്ടുവന്നത്. ചെറിയ കുട്ടികളെ നമ്മളെങ്ങനെയാണ് പരിപാലിക്കുന്നത് ആ രീതിയിലാണ്. എപ്പോഴും എടുത്ത് നോക്കും. എപ്പോഴാ സമയം കിട്ടണം. അപ്പോൾ എത്ര സമയമില്ലെങ്കിലും കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിലും വെറുതെങ്കിലും ഒന്ന് ചാനൽ ശരിക്കും പോണില്ലേ, പരസ്യം എന്നൊക്കെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് എനിക്ക് സങ്കടമാണ്. ഞാൻ വീഡിയോസ് തന്നെ പിന്നെ എടുത്ത് നോക്കിയിട്ടേ ഇല്ല. ഒറ്റ വീഡിയോസ് എടുത്ത് നോക്കില്ല. കാരണം അതിന് പരസ്യമില്ല.
അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ഇതായിട്ട് കളയരുത്. കാരണം ഞാൻ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പോലും ഇപ്പോൾ ഈ അങ്ങനെ പറയില്ല മറ്റുള്ളവരോട്. കാരണം നമ്മുടെ വീഡിയോസ് ഓരോരുത്തർ സ്വീകരിച്ചിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ ചെയ്യുക. എല്ലാവരോടും ചറപ്പറ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയണതിൽ അർത്ഥമല്ലല്ലോ. അപ്പോൾ കാരണം നമ്മളെ ഇതിൽ എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഒന്നിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ ആളുകളത് അംഗീകരിക്കുമല്ലോ. അപ്പം അത്ര ഞാൻ വിചാരിക്കണുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് തള്ളിക്കളയാണ്ട്, കാരണം എൻ്റെ കാണുന്ന എല്ലാ വീഡിയോസും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട്, കാരണം വലിയ വലിയ യൂട്യൂബേഴ്സുകൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്ര മാത്രം മതി എനിക്ക്. കാരണം ഒരാൾ ഒന്ന് കുറച്ച് നേരം ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് കയറിക്കോളും. അപ്പോൾ വാച്ച് അവർ കയറുക, അത്രയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ആ പോയ വാച്ച് അവർ മൊത്തം എനിക്ക് ആദ്യമൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണും. എനിക്കൊരു വേറൊരു ചാനൽ തുടങ്ങാൻ അതിനുള്ളൊരു മനസ്സിലേക്ക് വരുന്നില്ല. കാരണം നമ്മളൊരു കുട്ടീനെ ഒഴിവാക്കി അടുത്തൊരു കുട്ടി, അതല്ല നമ്മൾ അത് നഷ്ടപ്പെട്ടതന്നെ. കാരണം നമ്മളത്ര 5-6 വർഷം നമ്മളൊപ്പം കൊണ്ടുനടന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇനി അത് വേറൊന്നാക്കി അതിലേക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും എന്നെ സ്നേഹിക്കണ, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും, ഇനി 10 ആളാണെങ്കിൽ 10 ആൾ വേറൊരു 10 ആൾക്ക് അത് വേറൊരു 10 ആൾക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യമാവുമല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.